എറണാകുളം കൂനന്മാവ് റോമൻ കാത്തോലിക്ക ചർച്ചിന് കൈവശാവകാശമുള്ള ഭൂമിക്ക് നോട്ടീസ് നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. വർഷങ്ങളായി കരമടച്ചു വരുന്ന ഭൂമിക്ക് മേലാണ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് വരാപ്പുഴ അതിരൂപതയ്ക്ക് കീഴിലെ സാധുജന പരിപാലന സംഘം പറയുന്നത്. ഡിസംബർ 5-ന് സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. മുനമ്പത്ത് നിന്നും 15 കിലോമീറ്റർ അകലെ കോട്ടുവള്ളി വില്ലേജിൽ സെയിന്റ് ഫിലോമിനാസ് പള്ളിക്ക് കീഴിലാണ് സാധുജന പരിപാലന സംഘം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ള 3 ഏക്കർ ഭൂമിയിൽ കോന്നൻകുളങ്ങര ദേവസ്വം വക മുൻ സർവേ നമ്പർ 318/4 1 ഏക്കർ 74 സെന്റിൽ തിരുവിതാംകൂർ ദേവസ്വത്തിന് അവകാശമുണ്ടെന്നാണ് വാദം. ഒരു 100-400 തെങ്ങുണ്ടായിരുന്നു ഈ 3 ഏക്കർ ഒരു 11 സെന്റിൽ. അതിൻ്റെ ആദായങ്ങളൊക്കെ സംഘം ഞങ്ങളുടെ എടുക്കുമായിരുന്നു. ഈ ഞങ്ങൾ ഒരു 5-6 മാസത്തിന് മുമ്പ് തെങ്ങ് കയറിയതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രാദേശികമായിട്ട് അവിടെ താമസിക്കുന്നവർക്ക് ഒരു കൺസേണും ഇല്ല. ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. അവർ പറയുന്നത് അത് അവരുടെ ഭൂമിയാണെന്ന് അവർക്കറിയാം. ഇത് സംഘത്തിൻ്റെ ഭൂമിയാണ്. ഞങ്ങൾ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അവിടെ പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തെങ്ങ് കയറിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഭൂമിയാണെന്ന് അവർക്കുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. 1969-ൽ സ്വകാര്യ വ്യക്തിയിൽ നിന്നും വാങ്ങിയതാണ് ഭൂമിയെന്ന് സംഘം പ്രസിഡന്റ് തോമസ് പാറക്കൽ പറഞ്ഞു. 55 വർഷമായി കരമടച്ചു വരുന്ന ഭൂമി ആർക്കും വിട്ടുകൊടുക്കില്ലെന്നും ദേവസ്വം ബോർഡിന്റെ അവകാശവാദത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും സംഘം വ്യക്തമാക്കി. ഈ മുന്നാധാരം എന്ന് പറയുമ്പം നമ്മൾ വാങ്ങിയ ആൾക്ക് ഇത് കിട്ടിയിരിക്കുന്നത് കോടതി വഴിയാണ്. അങ്ങനെയുള്ള കോടതി വിധി അനുസരിച്ച് കിട്ടിയിരിക്കുന്ന പ്രോപ്പർട്ടി ഗവൺമെൻറ് അധികാരത്തിലുള്ള പ്രോപ്പർട്ടി ആയിട്ടാണ് അതിനെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അതിനെ ഒരിക്കലും ഇവർക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുകയില്ല. അതാണ് ഇതിൻ്റെ ബേസ്. അപ്പോൾ പിന്നെ ഇതെങ്ങനെ ഇത് ഒരു രീതിയിൽ ഇതവർക്ക് ന്യായീകരിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. ദേവസ്വം ബോർഡിന് വേണ്ടി സ്പെഷ്യൽ തഹസിൽദാറാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ദേവസ്വം ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം നടപടിയെടുക്കാതിരിക്കാൻ തിരുവനന്തപുരം ഭൂസംരക്ഷണ വിഭാഗം സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. എന്നാൽ നിലവിലെ അവകാശവാദങ്ങൾക്ക് പിന്നിൽ മറ്റു താല്പര്യങ്ങളാണെന്ന സംശയവും ട്രസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നു. ഈ ദേവസ്വം ബോർഡ് ഇതിനൊരു കേസുണ്ടാക്കി ഈ മുന്നോട്ട് പോകുന്നത് ഞങ്ങളുടെ ന്യൂനപക്ഷങ്ങളുടെ ഈ സമ്പത്ത് തട്ടിയെടുക്കാനുള്ള എന്തോ ഗൂഢശ്രമം ഇതിന്റെ പുറകിലുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് നിലനിർത്താൻ, ഞങ്ങളുടെ അവകാശം നിലനിർത്താൻ ഞങ്ങൾ കോടതി വരെ ഏതറ്റം വരെ പോകും. കോടതി പോവുകയും അതേപോലെ തന്നെ പ്രത്യക്ഷ സമര പരിപാടികൾ വേണ്ടി വന്നാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് നോട്ടീസ് നൽകിയതിന് പിന്നാലെ വിജിലൻസ് വിഭാഗവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂനമ്മാവിലെ ഭൂമിക്ക് പുറമെ എറണാകുളം ജില്ലയിലെ മറ്റിടങ്ങളിലെയും ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിവിധ കക്ഷികൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.